പശ്ചിമേഷ്യ അശാന്തമായി തന്നെ തുടരുന്നു. എന്താണ് നിലവിലത്തെ സാഹചര്യം എന്നുള്ളത് നമുക്ക് ഐസൻ ജോസ് പങ്കുവയ്ക്കും. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ വധിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ്. ഖമേനിയുടെ മകളും മരുമകനും കൊച്ചുമകനും കൊല്ലപ്പെട്ടതായി ഇറാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ സേനയിലെ 7 ഉദ്യോഗസ്ഥരെ വധിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേനയും അറിയിച്ചിട്ടുണ്ട്. ഇറാൻ പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടതായും വിവരമുണ്ട്. അതേസമയം തന്നെ സംഘർഷം ഒഴിവാക്കണമെന്ന് UN സുരക്ഷാ കൌൺസിൽ യോഗം ആവശ്യപ്പെടുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായി എസ് ജയശങ്കർ, ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഫോണിൽ സംസാരിച്ചു. ഓപ്പറേഷൻ റോറിംഗ് ലൈനിനെ പിന്തുണച്ച് ന്യൂസിലൻഡും രംഗത്ത് എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ആണ് നമുക്കൊപ്പം ചേരുക. എന്തായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മണിക്കൂറുകളാണ്. പക്ഷേ ഭാരതം കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഗൾഫ് മേഖലയിലെ വിദേശകാര്യമന്ത്രിമാരുമായി എസ് ജയശങ്കർ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നലെ തന്നെ ഒരു ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനുള്ള ഒരു നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഈ വാർത്തകളുടെ സ്ഥിരീകരണം, അത് നമുക്ക് ചില വാർത്തകൾ ഉടനെ അത് ശരിയാണോ എന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് അയത്തുള്ള ഖൊമേനി അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കൃത്യമായി ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. പക്ഷെ ഇറാൻ അത് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷെ റോയിറ്റേഴ്സ് ഖമേനിയുടെ മൃതദേഹം കണ്ടെടുത്തു എന്നും ഈ ചിത്രം കണ്ടു എന്നും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ്. ഒപ്പം തന്നെ ഈ ഖമേനിയുടെ മകളും മരുമകനും കൊച്ചുമകനും പേരക്കുട്ടിയും കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാൻ വാർത്താ ഏജൻസിയാണ് എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായും നമുക്കത് വിസ്മരിക്കാൻ സാധിക്കില്ല. കാരണം ഇറാന്റെ വാർത്താ ഏജൻസി നിലവിലത്തെ സാഹചര്യത്തിൽ ഇറാനിൽ നടക്കുന്നത് അവർ ഒരു അഭ്യൂഹമായി പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. തെറ്റായ വിവരം പുറം ലോകത്തെ അറിയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നിരിക്കെ ഇറാന്റെ വാർത്താ ഏജൻസി പറയുകയാണ് ഖമേനിയുടെ മകളും മരുമകനും പേരക്കുട്ടിയും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഇറാൻ ഭരണകൂടം അവിടെയും ഇത് നിഷേധിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ജാക്കി, അത് മാത്രമല്ല, ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ യുദ്ധത്തിന്റെ തലവൻ, രാജ്യത്തിന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു എന്നിരിക്കട്ടെ, അത് വളരെ പെട്ടെന്ന് അത് സമ്മതിക്കുക അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറയുക ആ രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തെ ഒന്നാകെ തകർത്തെറിയുന്ന ഒരു സാഹചര്യമായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ അയത്തുള്ള ഖൊമേനി കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. അത് ഇറാൻ കൃത്യമായി അറിയുകയും ചെയ്യുക, അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്, അത് അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ അത് സമ്മതിച്ച് അങ്ങനെ നടന്നിരിക്കുന്നു എന്ന് ലോകത്തോട് പറയാൻ ഈ മണിക്കൂറിൽ അവർക്ക് കഴിയുന്നുണ്ടാവും. തീർച്ചയായും സമ്മതിക്കുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. പക്ഷേ ഇന്നലെ ആയത്തുള്ള അലി ഖമേനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 പ്രാവശ്യം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു, നെതന്യാഹുവുമായി സംസാരിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് പല വിധത്തിലുള്ള അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ വന്ന ഒരു വാർത്തയാണ് ആയത്തുള്ള അലി ഖമേനി ഒരു പക്ഷേ അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ പുറത്തുവിടുമെന്നുള്ളത്. പക്ഷേ ഇത്രയേറെ മണിക്കൂറുകൾ പിന്നിട്ടു. പക്ഷേ ഈ മണിക്കൂർ, ഈ നിമിഷം വരെ ആയത്തുള്ള അലി ഖമേനിയുടെ ഒരു വീഡിയോയോ സന്ദേശമോ ലഭിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ്. ഒപ്പം തന്നെ ഈ എക്സ് പോസ്റ്റിലായി ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു എക്സ് പോസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഖമേനിയുടെ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സന്ദേശം വന്നിട്ടുണ്ട്. അതിൽ ചില അഭ്യൂഹങ്ങളുണ്ട് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്, ഖമേനി എവിടെ എന്നുള്ളത്. എന്തായാലും നമുക്ക് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൽ വളരെ അവ്യക്തതകൾ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. എന്തായാലും ഖമേനി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നതിന് മുൻപുള്ള 12 മണിക്കൂറിൽ സംഭവിച്ചത് എന്തൊക്കെയാണ്? സൈനിക നടപടി വിശദീകരിച്ച ഇസ്രയേൽ രംഗത്ത് എത്തിയിട്ടുമുണ്ട്. ആയിരക്കണക്കിന് ഇസ്രയേലികളുടെ രക്തക്കറ പുരണ്ട ഇറാൻ നേതാക്കളിൽ പലരെയും വധിച്ചു എന്നാണ് ഇസ്രയേൽ സേന പറയുന്നത്. പെട്ടെന്നുണ്ടായ ഒരു നടപടി അല്ല എന്നും മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് US-ഉം ഇസ്രയേലും സംയുക്തമായി ഇത്തരത്തിലൊരു ഓപ്പറേഷൻ, ചരിത്രപരമായ ഒരു സൈനിക നീക്കം, ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന പേരിൽ നടത്തിയത് എന്നുമാണ് IDF പറയുന്നത്. ആ വിശദീകരണത്തിലേക്കൊന്ന് പോയിട്ട് Today we launched Operation Roaring Lion, an operation against the Iranian terrorist regime in full cooperation with the US Armed Forces. This is an operation against the world's largest sponsor of terror, a regime that for years has called death to Israel, death to America, death to the West. We listened to their words carefully. We watched their actions, and today we acted. We acted because we had to. We launched this operation by seizing an operational opportunity, conducting coordinated strikes against high-level gatherings
of senior figures within Iran's military and security leadership. We can now confirm that these senior Iranian regime officials were eliminated by the IDF. Ali Shamkhani, advisor to Khamenei on issues of defense and Secretary of the Defense Council. Muhammad Pakpour, commander of the IRGC. Muhammad Shirazi, head of the military bureau of the Iranian supreme leader for almost 40 years. Salah Asadi, the senior intelligence officer of the Supreme Command. Aziz Nasirzadeh, the Iranian defense minister, and others. These and other senior figures will no longer be able to advance their plan, the destruction of Israel. These are terrorists who have blood on their hands, who are directly responsible for the death of thousands by terror. The launch of Operation Roaring Lion comes after months of close and joint planning with the U.S. Armed Forces. A historic, unprecedented level of cooperation between two nations fighting side by side against terror. Our mission could not be more clear. Yes. ഈ നിമിഷം വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത, ഖമേനി കൊല്ലപ്പെട്ടതായി ഇറാന്റെ പരമോന്നത നേതാവ് ഇറാൻ സ്ഥിരീകരിക്കുകയാണ്. അലി ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇറാൻ സ്ഥിരീകരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വിവരം അല്ലേ? അതെ, ഔദ്യോഗികമായി തന്നെ അവർ സ്ഥിരീകരിക്കുകയാണ്. ആദ്യം ഡൊണാൾഡ് ട്രംപാണ് ഇത് ലോകത്തോട് പറഞ്ഞത്. പക്ഷേ അപ്പോഴും ഇറാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞങ്ങളുടെ സൈന്യത്തെ നയിക്കുന്നത് ഖമേനിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇറാൻ സ്ഥിരീകരിക്കുന്നു. അപ്പോൾ തീർച്ചയായും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇപ്പോൾ സമ്പൂർണ്ണമായി ആ ഒരു തരത്തിലേക്ക് തന്നെ നമ്മൾക്ക് ലോകത്തോട് പറയാൻ കഴിയുന്നുണ്ട് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഖമേനിയുടെ, അതെ തീർച്ചയായും ഖമേനിയുടെ മകളും മരുമകനും പേരക്കുട്ടിയും, അതായത് കുടുംബത്തെ ഒന്നാകെ വകവരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ വധം റോയിറ്റേഴ്സ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇറാൻ അക്കാര്യം സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ ഒരു സ്ഥിരീകരണം വരുന്നത്, നമുക്കത് പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരം വാർത്തകൾ ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ ഇറാൻ വാർത്താ ഏജൻസി പറഞ്ഞത്. ഖമേനിയുടെ മകൾ, മരുമകൻ, പേരക്കുട്ടി, അതായത് കുടുംബത്തെ ഒന്നാകെ അമേരിക്ക ഇസ്രായേൽ സംയുക്ത സൈനിക നടപടിയിൽ വകവരുത്തി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഖമേനിയുടെ വധം അത് സ്ഥിരീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അമൽ ചേരുകയാണ്. അമൽ, ഈ രാവിലെ മുതൽ, ഇന്ന് പുലർച്ചെ മുതൽ, അല്ലെങ്കിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ കേട്ടതാണ് ഖമേനി കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ഖമേനിയെ വധിച്ചു എന്നുള്ള വാർത്ത. അത് ട്രംപ് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇറാൻ അത് സ്ഥിരീകരിച്ചിരുന്നില്ല. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഇറാൻ അക്കാര്യം സ്ഥിരീകരിക്കുന്നത്. ഖമേനിയുടെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് ആദ്യം സ്ഥിരീകരിച്ചു. പിന്നീട് ഇപ്പോൾ ഇറാൻ സമ്മതിക്കുകയാണ് അക്കാര്യം. അപ്പോൾ ഇനി യുദ്ധത്തിന്റെ ഒരു ഗതി എങ്ങനെയായിരിക്കും? കാരണം അവരുടെ പരമോന്നത നേതാവ് തന്നെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി അവരെങ്ങനെയായിരിക്കും അമേരിക്കക്കെതിരെയുള്ള അവരുടെ ഒരു പ്രത്യാക്രമണം? എങ്ങനെ പിടിച്ചു നിൽക്കും ഇറാൻ? അമൽ, ഇതിൽ ഏറ്റവും പ്രധാനം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ്. ഇതിൽ ലക്ഷ്യം വെച്ചത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യം എന്തായിരുന്നു, അത് സാധിക്കപ്പെട്ടു എന്ന് വേണം പറയാൻ. 2 ലക്ഷ്യങ്ങൾ മുന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ആക്രമണം ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയത്. അലി ഖമേനി ഇറാനിലെ ഭരണകൂടത്തിനെതിരെ നടത്തിയ ഭരണമാറ്റവും അതോടൊപ്പം തന്നെ ആണവ സമ്പുഷ്ടീകരണം തടയുക എന്ന 2 ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് ഇസ്രായേലും അമേരിക്കയും ഈ ഒരു ആക്രമണം നടത്തിയത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതൊരു നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ഇസ്രായേലിന്റെ പിറവി മുതൽ ഇറാനും ഇസ്രായേലും ഒരു കാലത്ത് ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിലും പക്ഷേ അത് കഴിഞ്ഞ് രണ്ടും പിരിഞ്ഞ് ഒരു ഇസ്രായേലും ഇറാനും തമ്മിൽ ബദ്ധശത്രുക്കളായി മാറുന്നൊരു കാഴ്ച. അതിന് പിന്നാലെ നടത്തിയ ഈ ഇറാനും നടത്തിയ പ്രോക്സി വാർ, ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും ഹെൽപ്പോടുകൂടി ഇറാൻ നടത്തിയിരുന്ന ഇസ്രായേലിന് നേർക്കുള്ള ആക്രമണങ്ങൾ, തുടർക്കഥയായ ഒരു ആക്രമണങ്ങൾ, ആ ഒരു ആക്രമണം എതിർത്ത് നിൽക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇറാൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേലിനൊരു ഭീഷണി ഉണ്ടായിരുന്നു. ആ ഭീഷണിയെ തുടച്ചു നീക്കാൻ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടണം എന്ന് തന്നെയായിരുന്നു ഇസ്രായേലിന്റെ ആവശ്യം. ആ ഒരു ആവശ്യമാണ് ഇപ്പോൾ അമേരിക്കയുടെ സഹായത്തോടു കൂടി നടപ്പാക്കിയിരിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കാൻ. കാരണം അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക മധ്യപൂർവ്വ ദേശത്തെ ഒരു ശക്തമായ ഒരു രാജ്യമായ ഇറാൻ, അവിടെ ഒരു പരമാധികാരം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ ആണവ സമ്പുഷ്ടീകരണം അടക്കം നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അവിടെ അത് തടയാനാണ് അമേരിക്ക നോക്കിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം ആ ഒരു കാരണം കൊണ്ട് നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിനും പരമാധികാരത്തിനുള്ള പോരാട്ടവും ഒരുമിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേൽ നടത്തിയൊരു ആക്രമണം ലക്ഷ്യം കണ്ടു എന്ന് തന്നെ വേണം പറയാൻ.
യെസ്, ശരി അമൽ. എന്തായാലും നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അമലിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി എത്തേണ്ടതുണ്ട്.